ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേമ്പിൻ താളും ചെറുപയറും കൂടിയിട്ട് നല്ല അടിപൊളി ഒരു നാടൻ ഒഴിച്ചുകറിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പയറൊന്ന് കഴുകി കുക്കറിലിട്ടിട്ട് വേവിച്ചൊന്നെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചേമ്പ് വൃത്തിയായിട്ടൊന്ന് ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് വലിച്ച് ഊരി കളഞ്ഞിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പയറൊന്ന് കഴുകി കുക്കറിനകത്തിട്ട് വേവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ കഴുകി ഞാൻ കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ പയർ വേവിക്കാനായിട്ട് വെച്ചത് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ താള്, അപ്പോൾ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള തളിരിലയും കൂടി നമ്മളിതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് എടുത്താണ് ഈ താള്. അപ്പോൾ ഈ താള് ഇതിനകത്തോട്ട് നമ്മളിട്ട് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഒന്ന് എടുക്കാം. അപ്പം നമ്മൾ ഈ കുക്കറിനകത്തോട്ട് താളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ഉണ്ടാക്കാനുള്ള തേങ്ങയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ജീരകം. അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അരച്ചെടുക്കാനുള്ള. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താള് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളും പയറും ഒക്കെ വേവിച്ചതാണിത്. അപ്പോൾ ഇത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് കൂടി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിക്കരുത്, ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് കടുവറുത്ത് എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. കറിയൊക്കെ നന്നായിട്ട് ചൂടാക്കി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് താളിച്ചിടാം. അതിന് വേണ്ടിയിട്ട് കറിവേപ്പില, ഉള്ളിയൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാക്കി കിടക്കുക. ഇനി നമുക്ക് അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്തതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു നാടൻ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകളായിട്ട് നമുക്ക് നാളെ കാണാം.